കണ്ണൂർ അഴീക്കോട് മീങ്കുന്ന് മുരിച്ചിയൻകാവിൽ പടക്കം പൊട്ടിക്കാൻ അനുമതിയില്ലായിരുന്നുവെന്ന് വളപട്ടണം SHO. പരിപാടിക്ക് മാത്രമായിരുന്നു അനുമതി ഉണ്ടായിരുന്നത്. വിശദമായ അന്വേഷണം നടത്തുമെന്നും SHO അറിയിച്ചു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, അവിടെ ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പടക്കം പൊട്ടിയാണ് നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോൾ ഈ പടക്കം പൊട്ടിക്കലിന് അനുമതി ഇല്ലായിരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു. മറ്റു വിവരങ്ങൾ നാലരയോടുകൂടിയാണ് അഴീക്കോട് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. അവിടെ കാവിൽ ഉത്സവം നടക്കുന്നതിനിടെയാണ് പടക്കം പൊട്ടിക്കുകയും പടക്കം ഈ ആളുകൾക്കിടയിലേക്ക് തെറ്റി വീണ് വലിയൊരു അപകടത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 6 പേർക്കാണ് ഈ മീങ്കുന്ന് മുച്ചിരിയൻകാവിലെ ഉത്സവത്തിനിടെ ഉണ്ടായ പടക്കം പൊട്ടിക്കലിൽ പരിക്കേറ്റത്. ഇപ്പോൾ അതിൽ ഒരാളുടെ നില മാത്രമാണ് ഗുരുതരമായി തുടരുന്നത്. ബാക്കിയുള്ള ആളുകളുടെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ആശങ്ക വേണ്ട എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് പടക്കം പൊട്ടിക്കാൻ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് അനുമതി ഉണ്ടായിരുന്നില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. അതേസമയം ക്ഷേത്ര കമ്മിറ്റിയുടെ ആളുകളല്ല, പുറമേയുള്ള നാട്ടുകാരാണ് പടക്കം പൊട്ടിച്ചത് എന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. മാത്രമല്ല, ഈ പരിപാടിക്ക് മാത്രമാണ് പോലീസ് അനുമതി നൽകിയതെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുമെന്നുമാണ് ഈ വളപട്ടണം SHOയുടെ ചുമതലയുള്ള കാർത്തിക് IPS വ്യക്തമാക്കിയത്. വിനോദ്, കണ്ണൂർ അഴീക്കോട് മീങ്കുന്ന് മുച്ചിരിയൻകാവിൽ പടക്കം പൊട്ടിക്കാൻ അനുമതിയില്ലായിരുന്നുവെന്ന് വളപട്ടണം SHO അറിയിച്ചിരിക്കുന്നു. ഇവിടെ പടക്കം പൊട്ടി നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ പിള്ള.